ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളീ പോകുന്നത് എൻ്റെ ഹെയറിൻ്റെ ചായ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ. കുറേ നാളായി ഒന്ന് സ്പാ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഈ ഒരു സലൂണിലാണ് കേട്ടോ പോവാറ്. ഇവർ പറയുമ്പോഴാട്ടോ ഞാൻ അറിയുന്നത് എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസ്സിയാണെന്നുള്ളത്. ഞാൻ ചെയ്തത് ഇവരുടെ നറിഷ്മെൻറ്റ് സ്പായാണ് കേട്ടോ. ഇവിടെ എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം വളരെ അഫോർഡബിളാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ സെറ്റപ്പൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരു പ്രീമിയം സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഹെയർ വാഷ് കഴിഞ്ഞ് ഞങ്ങൾ സ്പായിൻ്റെ പ്രോസസ്സിനകത്തേക്ക് പോവാം കേട്ടോ. ഈ സ്പായുടെ ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മസാജ് ഉണ്ടായിരുന്നേ. അതൊരു അടിപൊളി മസാജായിരുന്നു കേട്ടോ. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നേ. ഈ കുട്ടിയാണ് കേട്ടോ എൻ്റെ എൻറ്റയർ പ്രോസസ്സിൽ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിരുന്നേ. കുട്ടി ആക്ച്വലി ഒഡീസക്കാരിയാണ് കേട്ടോ. അറൗണ്ട് ഒരു 6 ഇയേഴ്സായിട്ട് ആളിവിടെ തന്നെയാണ് കേട്ടോ. ആൻഡ് എനിക്ക് ഹെയർ ഫോൾ അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഇതാദ്യം വെക്കണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കോൾഡിലിട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധിക സമയമൊന്നും വെച്ചില്ല, ഒരു 5 മിനിറ്റ്സേ ഞങ്ങളത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ വാഷ് ആയിരുന്നേ. അങ്ങനെ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് അടുത്ത വലിയൊരു പ്രോസസ്സാണ് ഇത് ഹെയർ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരെനിക്കൊരു കോഫി തന്നായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അവർ ഹെയർ സെറ്റ് ചെയ്തതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹെയർ ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തേ. ഇനിയിപ്പം നെക്സ്റ്റ് ഒരു 1 മന്തിനുള്ളിൽ ചെയ്താൽ മതി എന്നാണ് കേട്ടോ കുട്ടി പറഞ്ഞത്. എൻ്റെ ഹെയറിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നെന്ന് ഞാനിത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അറിയുന്നത്. എനിക്കിതെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.